السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وصلى الله على نبينا محمد وآله وصحبه وسلم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. സൂറത്ത് ഹജ്ജിലെ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. കഴിഞ്ഞ ആയത്തുകളിൽ 2 ടീമുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. തൊട്ടു മുമ്പുള്ള 18ാമത്തെ ആയത്തിൽ അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. ഒരുപാട് അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞു. അവരൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അതിൽ തന്നെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞു കസീറും മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം ആളുകൾ അവരും സുജൂദ് ചെയ്യുന്നുണ്ട്. അതൊരു ടീമാണ്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടീം അള്ളാഹുവിൻ്റെ ശിക്ഷക്ക്
ഭാഗമായിട്ടുള്ള ആളുകൾ അവരും ധാരാളമുണ്ട്. അവരാരാണ്? അവർ കാഫിരീങ്ങളായ ആളുകളാണ്, സത്യനിഷേധികളാണ്. അപ്പോൾ വിശ്വാസികളായ ആളുകളുമുണ്ട്, സത്യനിഷേധികളായ ആളുകളുമുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പായിട്ടുണ്ട് എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമാണ് എന്താണ് ആ ശിക്ഷ എന്നത് പറയേണ്ടതുണ്ടല്ലോ. ആ കാര്യമാണ് ഓതിവെച്ച ആയത്തുകളിൽ പറയുന്നത്. കാഫിരീങ്ങളായ ആളുകൾക്ക് എന്താണ് നരകത്തിൽ നേരിടേണ്ടി വരിക? ഹാദാനി ഹസ്നാനി, ഈ രണ്ട് ടീമുകൾ, വിശ്വാസികളും കാഫിരീങ്ങളും, ഇഖ്തസമു ഫി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ വിഷയത്തിൽ തർക്കിച്ചു. ഒരു കൂട്ടർ പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അതാണ് വിശ്വാസികൾ. അവർ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തി അള്ളാഹുവുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ്റെ ദീനെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയാൽ വിജയിക്കുകയുള്ളൂ എന്ന് വിശ്വാസികൾ പറയുന്നു. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നു, ഏകദൈവത്വം അള്ളാഹുവിനെ കൊടുക്കുന്നില്ല, ദീന് പാലിക്കുന്നില്ല. അങ്ങനെ അവരും വാദിക്കുന്നു. ഇനി വാദിച്ചിട്ടില്ലെങ്കിൽ പോലും, സ്വന്തം വായ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തനങ്ങൾ കൊണ്ട് അതാണ് ശരിക്കും നടക്കുന്നത്. രണ്ടർത്ഥവും അതിന് വെക്കാവുന്നതാണ്. നേരിട്ട് പറയുന്നവരുണ്ടാവാം, ഒരുപക്ഷെ പറയാതെ തന്നെ ജീവിതത്തിലൂടെ കാര്യങ്ങൾ കാണിക്കുന്നവരുണ്ടാവാം. വിശ്വാസത്തെ ഉൾക്കൊള്ളാതെ അവിശ്വാസപരമായി മുന്നോട്ട് പോകുന്നവർ ഉണ്ടാവാം. എന്നിരുന്നാലും ഇങ്ങനെ തർക്കിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. ഫല്ലദീന കഫറു, ആ കൂട്ടത്തിൽ അവിശ്വസിച്ച ആളുകൾ, കാഫിരീങ്ങളായ ആളുകൾ, അവർക്കുള്ള ശിക്ഷ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്തിൽ നിന്ന് മുറിച്ചെടുത്ത വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്തിൽ നിന്ന് ഉള്ള മുറിച്ചെടുത്ത, ഖുത്തിഅത്ത് എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെ മുറിച്ചെടുത്ത്, നരകത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള കുപ്പായമായിരിക്കും അവർക്കുണ്ടാവുക, വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. അതാണ് അവരെ ധരിപ്പിക്കുക. തീർന്നില്ല. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിലൂടെ ഹമീം എന്ന വെള്ളം ഒഴിക്കും. യുസബ്ബു എന്ന് പറഞ്ഞാൽ ഒഴിക്കുക, ചൊരിയുക. മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലയുടെ മുകളിലൂടെ. അൽ ഹമീമു, വളരെ ശക്തമായ ചൂടുള്ള വെള്ളം. തഫ്സീറിലൊക്കെ കാണാം, ചൂടിൻ്റെ ഏറ്റവും ഉന്നതമായ ഡിഗ്രിയിലായിരിക്കും അത്. അങ്ങനെയുള്ള വെള്ളമാണ് അവരുടെ തലയിലേക്ക് ഒഴിക്കപ്പെടുക. അതുകൊണ്ടും തീർന്നില്ല. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്, ആ വെള്ളം ഒഴിക്കുന്നവർ കൂടെ യുസ്ഹറു, ഉരുകിപ്പോകുമെന്നാണ്. മാഫി ബുതൂനിഹിം, അവരുടെ വയറ്റിലുള്ളത്, വൽ ജുലൂദു, അവരുടെ തൊലികൾ, അവരുടെ തൊലികളും അവരുടെ വയറ്റിലുള്ളതുമൊക്കെ ഉരുകിപ്പോകുമാറ് ആ വെള്ളം അവരുടെ തലയിലേക്ക് ഒഴിക്കപ്പെടും. അടുത്തവർക്കുള്ള ശിക്ഷ വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ള, ദണ്ട് കൊണ്ടുള്ള പ്രഹരം അവർക്കുണ്ട്. വലഹും മഖാമിഉ, മഖാമിഉ എന്ന് പറഞ്ഞാൽ ദണ്ടുകൾ. മിൻ ഹദീദിൻ, ഇരുമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, ഇരുമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ദണ്ട് കൊണ്ടുള്ള പ്രഹരങ്ങൾ അവർക്കുണ്ടാകും. കുല്ലമ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ, അയ്യഖ്റുജു മിൻഹ, ആ പ്രയാസത്തിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ, മിൻ ഗമ്മിൻ, ആ പ്രയാസത്തിൽ നിന്ന് അവർ പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ, ഉഈദു ഫിഹ, അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുന്നതാണ്. വദൂഖു, അവരോട് പറയപ്പെടും, വദൂഖു അദാബൽ ഹരീഖ്,
നിങ്ങൾ ചൂടേറിയ കത്തിക്കപ്പെടുന്ന ഈ നരകത്തിൻ്റെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ശിക്ഷകൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും എന്നാണ്. ദൂക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രുചിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക അദാബൽ ഹരീഖ്, ഈ ശക്തമായ ചൂടേറിയ കരിച്ചു കളയുന്ന ഈ നരകത്തിൻ്റെ ശിക്ഷയെ. ഇതാണ് ആ നരകവാസികളായ കാഫിര്യങ്ങളായ ആളുകൾക്ക് ലഭിക്കാനുള്ള ശിക്ഷകൾ. അതിനെ സംബന്ധിച്ചാണ് കസീറുൻ ഹഖ അലൈഹിൽ അദാബ്, ഒരുപാട് ആളുകൾക്ക് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്, വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്, സത്യമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ആ ശിക്ഷകൾ ഇതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ സഹാബികളിൽ നിന്ന് ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ഹാദാനി ഖുസ്മാനി, ഈ രണ്ട് കൂട്ടർ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ബദറിൽ ദ്വന്ദ്വയുദ്ധം നടത്തിയ ആളുകളാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഒരു സഹിയായ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ അടങ്ങുന്ന ആ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ആളുകളാണ് വിശ്വാസികളുടെ ഭാഗത്ത്. നേരെ അപ്പുറത്തുണ്ടായിരുന്ന ഉത്ബത്തും ഷൈബത്തും വലീദുമൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള ഈ 2, 3, 6 ആളുകളെ സംബന്ധിച്ചാണ് ഈ പ്രയോഗമെന്ന് കാണാൻ കഴിയും. മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞു ആ ഒരു കാരണത്താലാണ് ഇത് അവതരിക്കപ്പെട്ടത് എങ്കിലും എല്ലാവർക്കും പൊതുവായ തത്വമാണ് ഇതിലുള്ളത് എന്നൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിൻ്റെ പേരിൽ ഇറങ്ങിയ ആയത്താണെങ്കിൽ പോലും ആ ആയത്ത് പിന്നീടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ബാധകമായി തീരും എന്നതാണ്. അപ്പോൾ ആ നിലക്കാണ് ഇമാം തൊബരിയെ പോലെയുള്ള തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇത്തരം വലിയ ശിക്ഷകൾ ഒരിക്കലും നമുക്കാർക്കും താങ്ങാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷകളൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഒരു കാരണവശാലും അതിലൊന്ന് പെട്ടുപോകരുത് എന്ന് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം ആ ശിക്ഷകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, ഇതിലേക്ക് വരരുത് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്താനൊക്കെയാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അടിയുറച്ചുകൊണ്ട്, സത്യവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരകമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നരകശിക്ഷയിൽ നിന്ന് നമുക്ക് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആയത്ത് ഒരിക്കൽ കൂടെ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق وهذا والله أعلم. صلى الله على نبينا محمد وآله وصحبه وسلم.